ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ ഒരു വിശിഷ്ടാതിഥി ഉണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ടാറ്റ ആൾട്രോസ് ആണ്. അപ്പോൾ നിലവിലിപ്പോൾ ഏറ്റവും പുതുതായിട്ട് ലോഞ്ച് ചെയ്തൊരു വാഹനമാണ്. അപ്പം വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. നിലവിലിപ്പോഴാണ് എനിക്ക് വാഹനം കിട്ടിയത്. പിന്നെ സമയത്തിൻ്റെ ഒരു കുറവും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വാഹനം നിലവിൽ അവരുടെ അടുത്ത് ചോദിച്ചത്, വാഹനം കൊണ്ടു തന്നു. അപ്പോൾ ഇതിന് കുറേ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ അപ്ഡേഷൻസും കാര്യങ്ങളും വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്, നിലവിൽ ഈ വാഹനത്തിൻ്റെ CNG ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. CNG മാത്രമല്ല, ഡീസൽ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഡീസൽ എന്നാണ് പറയുന്നത്, CNG നായി പോയതാണ്. ഡീസൽ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഹാച്ച് ബാക്കുകളിൽ അങ്ങനെ ഡീസൽ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഡീസൽ കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡീസലിൻ്റെ പ്രൈസ് അങ്ങ് പറഞ്ഞേക്കാം, ഒരു 1066 റേഞ്ചിലാണ് ഡീസലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഒരു 10.5 ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീസൽ വേരിയൻ്റ് എടുക്കാൻ പറ്റും. പ്യൂർ എന്ന വേരിയൻറ്റിലാണ് ഡീസൽ വരുന്നത്. സെക്കൻഡ് വേരിയൻ്റാണ് പ്യൂർ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള വേരിയൻസിൻ്റെ പ്രൈസ് പറഞ്ഞുതരാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. അപ്പോൾ DCT വരുന്നൊരു വേരിയൻ്റാണത്. ഏറ്റവും ടോപ്പ് എൻഡാണ്. അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് എന്നതാണ് ഈ വേരിയൻറ്റിൻ്റെ പേര് വരുന്നത്. ഇതിന് നിലവിൽ 1386 ഓൺ റോഡ് വരും. ഏറ്റവും ടോപ്പ് എൻഡുമാണ്. ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡൽ, ഏറ്റവും ബേസ് വരുന്നത് സ്മാർട്ട് എന്ന വേരിയൻ്റാണ് ഏറ്റവും ബേസ് ഓപ്ഷൻ വരുന്നത്. അതിനുശേഷം പ്യൂർ നമുക്ക് വരുന്നുണ്ട്. അതിനുശേഷം ക്രിയേറ്റീവ്, അക്കംപ്ലിഷ്ഡ് എസ് എന്ന വേരിയൻറ്റ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡായിട്ട് അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് എന്ന വേരിയൻറ്റും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഏറ്റവും ടോപ്പ് എൻഡാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും ബേസ് മോഡലിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ള ഡൗട്ട് വരാം. അതായത് സ്മാർട്ട് എന്ന വേരിയൻ്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 8,27,000 നമുക്ക് ഓൺ റോഡ് വരും. പിന്നെ പ്യൂർ എന്ന വേരിയൻറ്റിലേക്ക് നമ്മൾ പോയിക്കഴിഞ്ഞാൽ സെക്കൻഡ് വേരിയൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. മാനുവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 9,13 ഓൺ റോഡ് വരുന്നത്. അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ 9,83 നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട്. AMTക്ക് ആ ഒരു സെക്കൻഡ് വേരിയൻറ്റിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9,83 ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത്. അതിനുശേഷം വരുന്ന വേരിയൻറ്റ് ക്രിയേറ്റീവാണ്. ക്രിയേറ്റീവിന് 10,30,000 നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം പ്രൈസ്. ഏറ്റവും ബേസ് മോഡൽ മാനുവലിന് 8,27 ഓൺ റോഡ് വരും. സെക്കൻഡ് വേരിയൻ്റ് ഒരു 9,13 വരുന്നുണ്ട്. തേർഡ് വേരിയൻ്റ് ഒരു 10,30 റേഞ്ചിലും ഓൺ റോഡ് വരും. ഡീസൽ വേരിയൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂർ എന്ന സെക്കൻഡ് വേരിയൻറ്റ് മുതലാണ്. 10,66 ഓൺ റോഡ് വരുന്നുണ്ട്. ആ ഒരു പ്യൂർ എന്ന വേരിയൻറ്റിൽ തന്നെ നമുക്ക് AMT കൂടി വരുന്നുണ്ട്. 9,83 ഓൺ റോഡ് വരുന്നത്. ഈ വാഹനം AMTയിൽ നമുക്ക് വരുന്നുണ്ട്, അതേപോലെ DCTയിൽ നമുക്ക് വരുന്നുണ്ട്. DCT ആണെന്നുണ്ടെങ്കിൽ 6 സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത്. മാനുവൽ ആണെന്നുണ്ടെങ്കിൽ 5 സ്പീഡും, അതേപോലെ AMTയിൽ നമുക്ക് 5 സ്പീഡ് തന്നെയാണ് ഗിയർ ബോക്സ് നമുക്ക് വരുന്നത്. ഡീസൽ ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡീസലാണെങ്കിൽ 1.5 ലിറ്റർ എഞ്ചിൻ ഓപ്ഷനും, നമുക്ക് പെട്രോൾ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് 1.2 ലിറ്ററാണ് എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. അത്യാവശ്യം ഫീച്ചേഴ്സോട് കൂടി വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. എനിക്കിതിൻ്റെ ഡിസൈൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഫ്രണ്ട് പൊസിഷൻ നോക്കിയാലും സൈഡ് ആയാലും റിയർ സൈഡ് ആയാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വാഹനം ഇൻറ്റീരിയലാണ്. അതൊക്കെ നമുക്ക് അകത്തേക്ക് കയറുന്ന സമയത്ത് പറഞ്ഞു തരാം. ഇതൊരു ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫസ്റ്റ് പറയുന്നത് 360 ഡിഗ്രി ക്യാമറ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് ഈ ഒരു പോർഷനിലായിട്ട് അതിൻ്റെ ഒരു ക്യാമറ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ടാറ്റയുടെ ലോഗോയും അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ ഗ്രില്ലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു പോർഷനിൽ ഒരുപാട് വലിപ്പത്തിലുള്ളൊരു ഗ്രില്ല് യൂണിറ്റ് അല്ല നൽകിയിട്ടുള്ളത്. താഴെ ഒരു എയർ ഡാം യൂണിറ്റ് കാണാം. അതിന് കുറച്ച് വലിപ്പം വരുന്നുണ്ട്. ആ ഒരു എയർ ഡാമിനും ആ ഒരു ഗ്രില്ല് യൂണിറ്റിനും ഇടയിലായിട്ട് ശകലം ഒരു സ്പേസ് കൂടി അവർ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്തു. നമുക്ക് ആ ഒരു സൈഡിലേക്ക് ഒരു സമയത്ത് ഹെഡ്ലാം യൂണിറ്റ് നൽകിയിട്ടുള്ളതാണ്. LED ആണ് ഹെഡ്ലാം യൂണിറ്റ് വരുന്നത്. ഓട്ടോ ഹെഡ്ലാം തന്നെയാണ് വരുന്നത്. DR ഓപ്ഷനും കൂടി വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് നൽകിയിട്ടുണ്ട്. അത് LED ഫോഗ് ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. അത് മാത്രമല്ല അതിന് കോർണറിംഗ് ഫംഗ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. ചെറിയൊരു എയറിൻ്റെയും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. അത് ഡമ്മി ആയിട്ടല്ല, ഫംഗ്ഷനിങ് തന്നെയാണ് ആ ഒരു പോർഷൻ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ബ്ലാക്ക് ഫിനിഷൊക്കെ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അതേപോലെ തന്നെ ആ ഒരു ഹുഡിൻ്റെ പോർഷനിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ക്യാരക്ടർ ലൈൻസ് ഒക്കെ നമുക്ക് ആ ഒരു ഹുഡിലായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വൈപ്പേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു പ്രീമിയം വൈപ്പർ തന്നെ വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല പ്രീമിയം വൈപ്പർ തന്നെയാണ് രണ്ടും യൂസ് ചെയ്തിട്ടുള്ളത്. ഓട്ടോ വൈപ്പർ കൂടിയാണ്, റെയിൻ സെൻസിംഗ് വൈപ്പർ തന്നെയാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. ഒരുപാട് ക്രോം എലമെൻറ്റ്സ് അങ്ങനെ ഒന്നും തന്നെ നൽകിയിട്ടില്ല. നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ പറയാനായിട്ട് സൈഡിലേക്ക് വരാം. സൈഡ് പോർഷനിലേക്ക് വരുന്ന സമയത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും നമുക്ക് ആ ഒരു സൈഡ് പോർഷനിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആദ്യം പറയേണ്ടത് ഈ ഒരു ഫ്രണ്ടറിൻ്റെ കാര്യമാണ്. നമ്മൾ നേരത്തെയുള്ള ആൾട്രോസിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബഡ്ജറ്റിരിക്കുന്ന രീതിയിലാണ് ആ ഒരു ഫ്രണ്ടർ വന്നിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ആ ഒരു പോർഷനൊക്കെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒതുക്കിയൊക്കെ തന്നെയാണ് റീഡിസൈൻ ചെയ്തത്. ക്യാരക്ടർ ലൈൻസൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാം. ഈ ഒരു മിററിൻ്റെ ആ ഒരു ഓപ്ഷൻ കൂടി ചെറുതായിട്ട് ഒന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ആ ഒരു മിററിൻ്റെ വലിപ്പം കണ്ടോ, ആ ഒരു വലിപ്പത്തിലുള്ള മിററാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഇതൊരു ചെറിയ വാഹനമാണെങ്കിൽ പോലും
മിററിലേക്ക് ഒരു സമയം നല്ല വലിപ്പം വരുന്നുണ്ട്. നമ്മൾ ആ ഒരു SUV-യിലൊക്കെ വരുന്ന ടൈപ്പ് അത്രയും വലിപ്പത്തിലുള്ളൊരു മിറർ തന്നെ നൽകിയിട്ടുണ്ട്. ടീൻ ഇൻഡിക്കേറ്ററും കാണാം. ആ ഒരു ക്യാമറ യൂണിറ്റ് കൂടി നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾ ആ ഒരു സൈഡ് നോക്കുന്ന സമയത്ത് ആ ഒരു ഡോർ ഈ ഒരു പോർഷൻ കണ്ട കുറച്ച് താന്നിറങ്ങുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അത് കുറച്ചുകൂടി നല്ലൊരു കാര്യമാണ്. കാര്യം എന്താണ്, അകത്തിരിക്കുന്ന സമയത്ത് വിസിബിലിറ്റി നല്ല രീതിയിൽ റോഡിലേക്ക് നമുക്ക് കിട്ടും. നല്ലൊരു വ്യൂ നമുക്ക് റോഡിലേക്ക് കിട്ടും. അവിടെ നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ് നൽകിയിട്ടുള്ളത് കാണാം. ഫ്രഷ് ഡോർ ഹാൻഡിൽസ് ആണ് വാഹനത്തിൽ വന്നത്. അതൊക്കെ റീഡിസൈൻ ചെയ്ത് നേരത്തെ ആ ഒരു ടൈപ്പ് അല്ല വന്നിട്ടുള്ളത്. പിന്നെ കുറേ ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ നിലവിൽ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. നേരത്തെയുള്ള വാഹനമായിട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ സൈസിലേക്ക് വരാം. ടയർ സൈസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതിൽ 185/60R60, അതായത് 16 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ടയർ സൈസ് വരുന്നത്. അത്യാവശ്യം പ്രൊഫൈല ടയർ തന്നെ യൂസ് ചെയ്തിട്ട് MRF-ൻ്റെതുമാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ടയർ. ഇത് അലോയ് വീൽ തന്നെയാണ്. ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ, അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റിലാണ് അത് നൽകിയിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡ് പോർഷനിൽ പറയേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. എനിക്ക് ആ ഒരു ഡോർ ഹാൻഡിലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫ്ലഷ് ഡോർ ഹാൻഡ്സ് വരുന്നത് ഇത് ബേസ് മോഡൽ തന്നെ നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിൽ തന്നെയാണ് വാഹനത്തിൽ വരുന്നത്. B-പില്ലറിലേക്ക് വരുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം. സൺറൂഫ് ഈ വേരിയൻറ്റിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ ലെങ്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഏകദേശം ഒരു 3990 mm ലെങ്തും 1523 mm വിട്ടും 1755 mm ഹൈറ്റും 2501 mm വീൽ ബേസും 165 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലായിട്ടല്ല, ഈ ഒരു പോർഷനിലായിട്ടാണ് അതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് നൽകിയിട്ടുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം ക്യാരക്ടർ ലൈൻസൊക്കെ ഈ ഒരു പോർഷനിലേക്കായിട്ട് കമ്പനി നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിയർ സൈഡിലേക്ക് വരാം. റിയർ സൈഡിലേക്ക് വരുന്ന സമയത്തും റിയർ സൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് റീഡിസൈൻ ചെയ്തതായിട്ട് പറയാനായിട്ട് പറ്റില്ല. കാരണം ടെയിൽ ലാമ്പ് യൂണിറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സെയിം രീതിയിലൊക്കെ തന്നെയാണ് ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റൊക്കെ വരുന്നത്. അതിനകത്തുള്ള എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ മാറിയിട്ട് കണക്റ്റഡ് ആയിട്ട് പോകുന്ന രീതിയിൽ തന്നെ അത് നൽകിയിട്ടുണ്ട്. ഡിഫോക്കൽ ലൈനും റിയർ വൈപ്പറൊക്കെ വരുന്നത് ഷാർഫിൻ ആൻറ്റിനെയാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. റിവേഴ്സ് ക്യാമറ ഇവിടെയായിട്ട് അതൊരു ലോഗോയുടെ താഴെയായിട്ടാണ് റിവേഴ്സ് ക്യാമറ പ്ലേസ് ചെയ്ത് വളരെ നീറ്റായിട്ട് തന്നെ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൾട്രോസ് എന്നൊരു ബ്രാൻഡിങ്ങും കൂടി വരുന്നുണ്ട്. ആ ഒരു DC-യുടെ ആ ഒരു ബ്രാൻഡിങ് കൂടി ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. ആ ഒരു ബമ്പറിൻ്റെ താഴ്ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. അതൊക്കെ കൊള്ളാം. ബമ്പറൊക്കെ അത്യാവശ്യം റീഡിസൈൻ ചെയ്ത് തന്നെയാണ് റീഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം. ആണ് ഈ ഒരു പോർഷനിലായിട്ടാണ് ആ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത് നൽകിയിട്ടുള്ളത്. വളരെ നീറ്റായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ക്യാമറ യൂണിറ്റൊക്കെ നൽകിയിട്ടുള്ളത് പാർസെറ്ററും കാര്യങ്ങളും ഈ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത്. 60/40 സ്പ്ലിറ്റിംഗ് അല്ല, ബെഞ്ച് ഫോൾഡിംഗ് ആണ്. മോശമല്ലാത്ത ബൂട്ട് സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് സ്പെയർ ടയർ ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്പെയർ ടയർ നമ്മുടെ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അലോയ് ഒന്നുമല്ല, ടെമ്പററി യൂസിന് വേണ്ടിയിട്ടുള്ള ടയറാണ് നൽകിയിട്ടുള്ളത്. കാര്യം ചില വാഹനങ്ങൾ നിലവിലിപ്പോൾ നമുക്ക് സ്പെയർ ടയറോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. പക്ഷേ ഈ ഒരു വാഹനത്തിൽ സ്പെയർ ടയർ അവർ നൽകിയിട്ടുണ്ട്. ചെറിയ ഹുക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എല്ലാ വാഹനത്തിലും വരുന്നതാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനായിട്ടാണ് ലൈറ്റ് നൽകിയത്. അപ്പോൾ രാത്രി സമയങ്ങളിൽ കുറച്ചുകൂടി അത് നല്ലതാണ്. കുറച്ചുകൂടി വിസിബിലിറ്റിയും കാര്യങ്ങളും രാത്രി സമയങ്ങളിൽ നമുക്ക് ബൂട്ടിനുള്ളിൽ കിട്ടും. ഇവിടെയായിട്ട് തന്നെ ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവർ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡോർ ഹാൻഡിൽസ് ഈ ഒരു രീതിയിലായതുകൊണ്ട് കുറച്ച് പാടായിട്ട് തോന്നും പലർക്കും. അത് ഓപ്പൺ ചെയ്യുന്നൊരു രീതിയുണ്ട്. ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാം. എപ്പോഴും അത് പ്രാക്ടിക്കൽ അല്ല, എപ്പോഴും നമ്മൾ ഓർത്തിരിക്കത്തില്ല. നമ്മൾ കുറച്ച് അതുമായിട്ടൊന്ന് എന്താ പറയുക ഇഴുകി ചേരണം. ഇത് നമുക്ക് 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലൈറ്റായിട്ടുള്ള കളർ തീമാണ് ഡോർ പാഡിൽ നൽകിയത്. ഇവിടെ ശകലം സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നുണ്ട്. മിറർ ഫോൾഡിംഗ് ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ചെറിയൊരു ഗ്ലോസി എലമെൻറ്റ് കൂടി വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ഡോർ പാഡിൽ നല്ല സ്പേസ് ഡോർ പാഡിൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ബോട്ടിൽസൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ബോട്ടിൽസൊക്കെ വെക്കാം. ഇവിടെ ഒരു അംബർല ഹോൾഡർ കൂടി അവർ നൽകി. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ഈ ഒരു പോർഷൻ കുറച്ച് താന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഡ്രൈവിംഗ് സമയത്ത് അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. മിററിന് അത്രത്തോളം വലിപ്പവും വരുന്നുള്ളത് കൊണ്ട് നല്ലൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടും. 360 ഡിഗ്രി ക്യാമറയൊക്കെ വരുന്നുണ്ട് സേഫ്റ്റി വൈസ്. അതുകൊണ്ട് ഇനി അതൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. അകത്തേക്ക് ഇരിക്കാം. ഇവിടെ ശകലം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഫോണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അവിടെ വെക്കാനായിട്ട് സാധിക്കും. അപ്പം പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വാഹനത്തിൽ വരുന്നത്. അപ്പോൾ ഇത് സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. കണ്ടോ, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഹൈറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പാരാഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കമ്പനി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു രസമുണ്ട് ഇപ്പം കാണുന്നതിന് വേണ്ടിയിട്ട്. കീ ഒന്ന് കാണിച്ചാൽ കീയുടെ ഡിസൈൻ പാറ്റേൺ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. കണ്ടോ, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത്. ടാറ്റയുടെ ലോഗോ വരുന്നുണ്ട്. അത് ലോക്ക് അൺലോക്ക് അതേപോലെ തന്നെ ബൂട്ടൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ വാഹനം ഓഫായി കിടക്കുവാണ്. ജസ്റ്റ് നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അത് ഓണായി വരുന്നത് എന്നൊന്ന് കാണിച്ചു തരാം. കണ്ട ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റൊക്കെ ഓണായി വരുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ടാറ്റ മോട്ടോഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണക്റ്റഡ് ഓഫ് ഫീച്ചറൊക്കെ നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആണ്. ഫുള്ളി ഡിജിറ്റലാണ് ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് വരുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് വീലൊക്കെ നിലവിലിപ്പം ഈ ഒരു രീതിയിൽ തന്നെയാണ് നൽകിയത്. നമ്മൾ ഹാരിലൊക്കെ കണ്ടുവരുന്ന രീതിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. നല്ല രസമാണ് ആ ഒരു സ്റ്റിയറിംഗ് വീല് കാണാനായിട്ട്. നമുക്ക് ലെതർ റാപ്പഡ് ആണ് സ്റ്റിയറിംഗ് വീല്. അത് ഡുവൽ ടോൺ കളർ തീമിലാണ് നൽകിയിട്ടുള്ളത്. നല്ല രസമാണ് അത് കാണാനായിട്ട്. ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഒരു ലൈറ്റായിട്ട് കളർ തീമും പുറമേ നോക്കുന്ന സമയത്ത് ഡാർക്കോടുള്ള കളർ തീമുമാണ് നൽകിയിട്ടുള്ളത്. ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ലോഗോ ഒക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വാഹനത്തിൽ
യൂണിറ്റിൽ വരുന്നത്. ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുള്ളിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു മീഡിയയുടെ അത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പ്, അതായത് എത്ര കിലോമീറ്റർ ഓടുന്നത്, അതൊക്കെ നോർമലി വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ടയർ പ്രഷർ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്, എത്ര ഉണ്ടെന്നുള്ളത്. അതൊക്കെ നമുക്ക് അതിനുള്ളിൽ തന്നെ നമുക്ക് അറിയാം. അത് നാവിഗേഷൻ്റെ നമുക്ക് അതിനുള്ളിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഡിസ്റ്റൻസ് MT, അത് എത്ര കിലോമീറ്റർ ഓടും ഇനി എന്നുള്ളതൊക്കെയാണ് അത് കാണുന്നത്. ഇതിപ്പോൾ ഒരു ഘട്ട എണ്ണയാണുള്ളത്, അതിപ്പോൾ 63 കിലോമീറ്റർ ഓടും എന്ന് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഇതിനുള്ളിൽ ക്ലസ്റ്റർ യൂണിറ്റിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഫുള്ളി ഡിജിറ്റലുമായിട്ടുമാണ് ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് നൽകിയിട്ട് കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ തന്നെ പിന്നെ അടുത്തൊരു അട്രാക്ഷൻ ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽപ്പെടുന്നത്, ആദ്യത്തെ ഒരു അട്രാക്ഷൻ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെ കണ്ണിൽപ്പെടുന്നുണ്ട്, ക്ലസ്റ്റർ യൂണിറ്റ് കണ്ണിൽപ്പെടുന്നുണ്ട്. ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റവും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിലേക്ക് പെടുന്നുണ്ട്. നല്ല സ്ലിം ആയിട്ടുള്ള ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റമാണ് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേയൊക്കെ നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനുള്ളിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു AC ക്ലൈമറ്റ് കൺട്രോളിൽ അത് നമുക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റുന്നത് നമുക്ക് ഈ ഒരു പോസ്റ്റിലായിട്ട് അത് അറിയാനായിട്ട് പറ്റുകയില്ല. നമുക്കത് ഈ ഒരു എന്താ പറയുക ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിലാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ആംബിയൻ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് പോയിട്ടുള്ളതായിട്ടാണ് ഈ ഒരു പോർഷനിൽ കൂടി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്കത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. കാരണം ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങോട്ട് പോട്ടെ. ഓക്കെ, കണ്ട ആംബിയൻ ലൈറ്റിൻ്റെ കളർ തീമും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പകൽ സമയത്താണെങ്കിലും നല്ല വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ആംബിയൻ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ഒരു ക്യാമറ യൂണിറ്റ്, ക്യാമറയുടെ ഒരു വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ 360 ഡിഗ്രി ക്യാമറ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഇവിടെ ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്. ഓക്കെ, അതങ്ങോട്ട് പ്രസ് ചെയ്യാം. കാരണം ഈ ഒരു രീതിയിൽ നല്ല HD ക്വാളിറ്റിയിലുള്ള വ്യൂ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നല്ല HD ക്വാളിറ്റിയുള്ളൊരു വ്യൂ തന്നെയാണ് അതിന് കിട്ടുന്നത്. വലിപ്പമേറിയ ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റമാണ് വരുന്നത്. ഏകദേശം 26 സെൻറ്റിമീറ്റർ, എനിക്ക് 10.25 ഇഞ്ച് സെൻറ്റിമീറ്ററിലേക്ക് വരുന്ന സമയത്ത് 26 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. 10.25 ഇഞ്ചാണ് അതിൻ്റെ ഒരു നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഏത് വ്യൂ വേണം, 3D വ്യൂവിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിലവിലിപ്പോൾ വണ്ടിയുടെ കളറല്ല കാണിക്കുന്നത്, വൈറ്റ് കളറാണ് അതിനുള്ളിൽ കാണിക്കുന്നത്. കണ്ട് ഏത് ആംഗിളിൽ വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് തന്നെ നമ്മളിപ്പോൾ ടേൺ ഇൻഡിക്കേറ്റർ ഇടുന്നത്, അപ്പോൾ ഞാൻ ലെഫ്റ്റിൽ ടേൺ ഇൻഡിക്കേറ്ററാണ് ഇട്ടേക്കുന്നത്. സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് വ്യൂ കൂടി നമുക്ക് അറിയാനായിട്ട് പറ്റും. ആ ലെഫ്റ്റ് സൈഡിലെ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ആ ഒരു വ്യൂ കൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും ആ ഒരു എന്താ പറയുക ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ആ ഒരു വ്യൂ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അത് നമുക്കൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് തന്നെ നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റും. ആംബിയൻ ലൈറ്റിങ്ങിനൊക്കെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു പോർഷനിൽ കൂടി നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓട്ടോമാറ്റിക്കാണ് വാഹനത്തിലെ ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫാൻ എത്ര സ്പീഡിലാണ് കിടക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്കത് കൺട്രോളിങ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ പാറ്റേണിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ പഴയ ഡിസൈനുമായിട്ട് നല്ല രീതിയിലുള്ള സാമ്യമൊക്കെ തോന്നാം. അതുകൊണ്ട് ഈ ഒരു പോർഷനൊക്കെ വരുന്ന സമയത്ത് നല്ല ക്ലീനായിട്ട് തന്നെ റീഡിസൈൻ ചെയ്തു. ഒരു ബ്ലാക്ക് ഫിനിഷൊക്കെ കാണാം. ടോപ്പിലായിട്ടും ബ്ലാക്ക് ഫിനിഷ് തന്നെ വരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ നൽകി നല്ല രീതിയിൽ തന്നെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്ലോ ബോക്സ് തുറക്കാം. ടാറ്റയുടെ ഗ്ലോ ബോക്സിൻ്റെ കാര്യം അറിയാം. മാസീവ് ആയിട്ടുള്ളൊരു സ്പേസ് ഗ്ലോ ബോക്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതും നല്ലൊരു കാര്യമായിട്ട് തന്നെ എടുത്ത് പറയാം. പിന്നൊരു കാര്യം പറയേണ്ടത് ഈ ഒരു ഫ്രണ്ട് സീറ്റിൻ്റെ തൈ സപ്പോർട്ട് അത് ശകലം കൂടിയിട്ടുണ്ട്. നല്ലൊരു തൈ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സീറ്റ് നല്ല രീതിയിൽ റീഡിസൈൻ ചെയ്തു. നല്ല സപ്പോർട്ടിങ് ഒക്കെ കിട്ടുന്ന ഒരു സീറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. 6 എയർ ബാഗ് വരുന്നുണ്ട്. ആ ഒരു സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ സൺറൂഫ് നമുക്ക് അവൈലബിൾ ആണ്. SOS നൽകിയിട്ടുണ്ട്. SOS എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും വാഹനം പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കളയാനുള്ള ഓപ്ഷൻ തന്നെയാണ്. സേഫ്റ്റി വൈസ് അത് നല്ലൊരു കാര്യം തന്നെയാണ്. വൺ ടച്ചായിട്ട് തന്നെ നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, ക്ലോസ് ആയിക്കോട്ടെ. ഒരു ലൈറ്റ് കൂടി ഈ ഒരു പോർഷനിലായിട്ട് അവർ നൽകി. മിറർ വരുന്നുണ്ട്. ചെറിയ മിററാണ്, ഒരുപാട് വലിപ്പം തോന്നുന്നില്ല. അത് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നി. ഓട്ടോ ഡിമ്മിങ് അല്ല, മാനുവലി ആണ് ഇതിൻ്റെ ഒരു കൺട്രോളിങ് വരുന്നത്. അത് ഓട്ടോ ഡിമ്മിങ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇവിടെ ടിക്കറ്റ് ഹോൾഡറാണ് നൽകിയിട്ടുള്ളത്. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീലിലേക്ക് വന്നിട്ടുണ്ട്. സെൻട്രൽ ടൗണിലുള്ള കാണിച്ചു തരാം, നമ്മൾ കാണിച്ചില്ലല്ലോ. ആംറസ്റ്റ് വരുന്നുണ്ട്, സ്ലൈഡിങ് ഓപ്ഷൻ വരുന്നുണ്ട്, ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്. ഇവിടെയായിട്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഗിയറിൽ വർക്ക് നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. ഒരുപാട് വലിപ്പമൊന്നുമില്ല. ഇവിടെ ചെറിയൊരു കൺട്രോൾ വരുന്നുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടാണ് അത് മാറ്റേണ്ടത്.
പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക്, അത് ഫിസിക്കലുള്ള ഹാൻഡ് ബ്രേക്ക്, ഇലക്ട്രിക്കലി ഒന്നുമല്ല. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് വരുന്നുണ്ട്. അതേപോലെ ചാർജിങ് സോക്കറ്റ്, ഇവിടെ ഒരു 12 വാട്ട്സിൻ്റെ ചാർജിങ് സോക്കറ്റ് കാണാം. അതേപോലെ 65 വാട്ട്സിൻ്റെതും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഫോണും കാര്യങ്ങളും ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. USB സ്ലോട്ട്, അതും നമുക്ക് ചാർജിങ് സോക്കറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ്, അത്യാവശ്യമൊന്നുമല്ല, നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും നിലവിൽ ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു ഫ്രണ്ട് പൊസിഷനിൽ പറയാനായിട്ട്. എനിക്ക് തൈ സപ്പോർട്ട് കൂടിയത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. തൈ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്റ്റിയറിംഗ് വീല് നല്ല രസമുണ്ട് കാണുന്നതിനുവേണ്ടി, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്റ്റിയറിംഗ് വീല് വളരെ സോഫ്റ്റുമാണ്. ആ ഒരു സ്റ്റിയറിംഗ് വീല് കണ്ടോ. ക്ലസ്റ്റർ യൂണിറ്റ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തു. ഡാഷ്ബോർഡ് വളരെ നല്ല രീതിയിൽ തന്നെ റീഡിസൈൻ ചെയ്തു, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം വളരെ നല്ല രീതിയിൽ തന്നെ റീഡിസൈൻ ചെയ്തു, നല്ല രീതിയിൽ തന്നെ. അത് മാത്രമല്ല ആ ഒരു 360 ഡിഗ്രി ക്യാമറയുടെ ഒക്കെ വ്യൂവും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നല്ല HD ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പം ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു സംഭവം വളരെ നീറ്റായിട്ട് തന്നെ ഇതിനുള്ളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സൈഡും ഒക്കെ നമുക്ക് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് പറയാനായിട്ട്. ഇനി നേരെ നമുക്ക് റിയർ സീറ്റിലേക്ക് കയറാം. നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെയാണ് ആ ഒരു ഡോർ പാഡിൽ നല്ല സ്പേസ്, നല്ല സ്റ്റോറേജ് സ്പേസ് അവർ നൽകി. സോഫ്റ്റ് മെറ്റീരിയലൊക്കെ നൽകിയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ പറയാനായിട്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു സീറ്റൊക്കെ നല്ലൊരു റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. തൈ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. ഇവിടെ ഈ ഒരു പോർഷൻ കുറച്ചുകൂടി അവർ റീഡിസൈൻ ചെയ്തത് കൊണ്ട് തന്നെ, ചെറിയൊരു ബഡ്ജറ്റ് കൂടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ തൈ സപ്പോർട്ട് എനിക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. 3 പേർക്ക് നല്ല രീതിയിൽ തന്നെ ഇരിക്കാനായിട്ട് പറ്റും. പിന്നെ 2 പേരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായി 2 പേർക്കും വളരെ നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇരിക്കാൻ അത്യാവശ്യം കുഷനിങ് കാര്യങ്ങളൊക്കെ കൊള്ളാം. നല്ല ചെറിയ റിക്ലൈനിങ് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് 2 എണ്ണമാണ് അഡ്ജസ്റ്റബിൾ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിൽ തന്നെ 2 കപ്പ് ഹോൾഡർ കൂടി അവർ നൽകി. നമ്മൾ ഫ്രണ്ടിൽ ഒരു 65 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് കണ്ടു. ഇവിടെയും നമുക്ക് ആ ഒരു 65 വാട്ട്സിൻ്റെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. റിയർ AC വെൻ്റ് അത് അഡ്ജസ്റ്റബിൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. സ്കൂപ്പിയുടെ ഡിസൈൻ പാറ്റേൺ കാണാം. 2 സ്റ്റോറേജ് സ്പേസ്, അതായത് 2 സൈഡിലും സ്റ്റോറേജ് സ്പേസ് അവർ നൽകി. ഇവിടെ കുറച്ച് ഹൈറ്റിലാണ് ആ ഒരു ടോപ്പ് ഡിസൈൻ ചെയ്ത്, അതുകൊണ്ട് തന്നെ തല തട്ടുന്ന ബുദ്ധിമുട്ട് വരുന്നില്ല. അവിടെയൊക്കെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ അവിടെ ആ ഒരു ഓപ്ഷനൊക്കെ ആ ഒരു പോർഷനൊക്കെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം. സെൻട്രൽ ടണലിൽ ഒരുപാട് ഹൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടിട്ട് തന്നെ നടുക്കൊരാളുണ്ടെങ്കിലും വളരെ കംഫർട്ടായിട്ട് ഇരുന്ന് പോകാനായിട്ട് പറ്റുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ പറയാനായിട്ട്. ഡോറൊക്കെ പണ്ട് തൊട്ടേ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു 90 ഡിഗ്രി ഓപ്പണിങ്, അതുകൊണ്ട് തന്നെ ഇറങ്ങാനൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ പ്രായമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റും. തൈ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ലോങ് യാത്രയ്ക്ക് വളരെ കംഫർട്ടായിരിക്കും. സ്പേസും നല്ല രീതിയിലുണ്ട്. ആംറസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ടും പറ്റുന്നുണ്ട്. ഈ റിയർ സീറ്റിലെ യാത്ര അത്യാവശ്യം കംഫർട്ട് തന്നെയാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇവിടെ പറയാൻ. ഇതൊരു പെട്രോൾ ഓപ്ഷനാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക് കൂടിയാണ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നമുക്കിതൊന്ന് റോഡിലേക്ക് എടുക്കാം. അപ്പം സ്റ്റിയറിംഗ് ഒക്കെ നല്ല സ്മൂത്ത് തന്നെയാണ്. അതിനെക്കുറിച്ച് നീ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു വിസിബിലിറ്റി നമുക്ക് റോഡുമായിട്ട് കിട്ടുന്നുണ്ട്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, ആ ഒരു ഡോറിൻ്റെ ആ ഒരു സൈഡ് പോർഷൻ ആ ഒരു ചരിച്ച് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ റോഡുമായിട്ട് ആ ഒരു പോർഷൻ നമുക്ക് നല്ലൊരു വിസിബിലിറ്റി റോഡുമായിട്ട് കിട്ടുന്നുണ്ട്, നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് റോഡുമായിട്ട്. അത് മാത്രമല്ല മിറർ, ഈ ഒരു സൈഡിലത്തെ 2 മിറർ എടുത്തു കഴിഞ്ഞാൽ നല്ല വലിപ്പത്തിലുള്ള മിറർ യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ അതും നല്ലൊരു കാര്യം തന്നെയാണ്. അതും നല്ലൊരു വിസിബിലിറ്റി റോഡുമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. റിയർ സൈഡൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ സേഫ്റ്റി വെച്ചിനകത്ത് ഇപ്പോൾ 360 ഡിഗ്രി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ബോധറിയേണ്ട കാര്യമൊന്നുമില്ല, റോഡ് കാണാൻ പറ്റുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഞാൻ പറഞ്ഞു മാനുവലിലും ഓട്ടോമാറ്റിക്കലും ഈ വാഹനം നമുക്ക് വരുന്നുണ്ട്. ഡീസൽ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത്. ഡീസൽ വേരിയൻറ്റ് ഈ ഒരു വാഹനത്തിൽ കിട്ടും എന്നുള്ളൊരു കാര്യം. നിലവിൽ മറ്റുള്ള ഹാഷ് ബാക്കിലൊന്നും നമുക്ക് ഡീസലൊന്നും വരുന്നില്ല. ഇതിനകത്ത് ഡീസൽ നമുക്ക് മാനുവൽ മാത്രമേ കിട്ടത്തുള്ളൂ, ഓട്ടോമാറ്റിക് നമുക്ക് അവൈലബിൾ അല്ല. അപ്പം പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് AMD ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ DCT ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. DCTയിൽ വരുന്ന സമയത്ത് 6 സ്പീഡാണ് നമുക്ക് ഗിയർ ബോക്സ് വരുന്നത്. AMD ആണെന്നുണ്ടെങ്കിലോ 5 സ്പീഡ് ഗിയർ ബോക്സുമാണ്. മാനുവലിൽ നമുക്ക് 5 സ്പീഡ് തന്നെയാണ് ഈ വാഹനത്തിൽ ഗിയർ ബോക്സും കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. ഡീസൽ ആണെന്നുണ്ടെങ്കിൽ 1.5 ലിറ്ററാണ് നമുക്ക് എഞ്ചിൻ ഓപ്ഷൻ വരുന്നത്. ഏകദേശം ഒരു 90 PS പവറും അതേപോലെ 200 Nm ടോർക്ക് നമുക്ക് നൽകുന്നുണ്ട് ഡീസൽ ഓപ്ഷന്. അപ്പം നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാം. ഡീസൽ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്, അപ്പോൾ നമുക്ക് ഇനി ഓട്ടോമാറ്റിക് കൂടെ വേണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നതും ശരിയുള്ള കാര്യമല്ല. പിന്നൊരു കാര്യം എടുത്ത് പറയേണ്ടത് പെട്രോൾ എഞ്ചിനെ കുറിച്ചാണ്. ഒരു പവർ ഫിഗറിലേക്ക് വരുന്ന സമയത്ത് 88 PS അതേപോലെ 115 Nm ടോർക്ക് നമുക്ക് പെട്രോൾ എഞ്ചിൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡീസലൊക്കെ ആണെങ്കിൽ എന്തായാലും നമുക്ക് കൺഫേം ആയിട്ട് ഒരു 20 അടുത്ത് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഡീസലാണ് ഒരു പക്ഷേ 20 മുകളിൽ നമുക്ക് കിട്ടാം. അതൊക്കെ ഓരോരുത്തരുടെ ഡ്രൈവിങ്ങിനനുസരിച്ച് മാറ്റങ്ങളും കാര്യങ്ങളും വരും. അപ്പോൾ പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു 15 അബോവ് മൈലേജ് നമുക്ക്
ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു സിറ്റി യൂസിനൊക്കെ ഒരു 16 റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് മൈലേജ് കിട്ടുന്നത്. ലോങ് ഒക്കെ പോകുന്ന സമയത്ത് അതനുസരിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ നിലവിലിപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല, ഇത്ര മൈലേജ് തന്നെ കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കമ്പനി ഇപ്പം ചിലപ്പോൾ 20-21 റേഞ്ചിലൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ നമുക്കത് പറയാൻ പറ്റില്ല. കാര്യം ഓരോരുത്തർ ഡ്രൈവിങ്ങിനനുസരിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഒരുപാട് വലിപ്പത്തിലൊന്നുമല്ല, വളരെ സ്ലിമ്മായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇപ്പോൾ ചില വാഹനങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ലെതർ ഫിനിഷൂടെ വരുന്ന സമയത്ത് കുറച്ച് വലിപ്പം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ വാഹനത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഒതുങ്ങിയുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ, വളരെ സ്ലിമ്മുമാണ്. ആ പിടിക്കുന്നതിനും ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് കൂടി പറഞ്ഞൊരു കാര്യം തന്നെയാണ്. വേറെ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറയാനായിട്ടൊന്നുമില്ല. എനിക്ക് പിന്നീട് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ ഒരു സീറ്റിൻ്റെ സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും. ഇപ്പോൾ നമ്മളൊരു വളവൊക്കെ വളയുന്ന സമയത്തായാലും അങ്ങനെ ഇങ്ങനെ അങ്ങ് പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു രണ്ട് സൈഡിലും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ വളരെ നല്ല കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ഒരു സീറ്റിൽ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സ്റ്റിയറിംഗ് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനായിട്ട്. മോശമല്ലാത്തൊരു വാഹനമാണ്. ഇപ്പോൾ നല്ല രീതിയിൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ നമുക്ക് ആ ഒരു പകൽ സമയത്തായാലും വിസിബിൾ ആണ്. വേണമെങ്കിൽ അതിൻ്റെ കളർ തീമൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ഇത്രയും ബ്രൈറ്റ്നസ് ഒന്നും ഇട്ടേക്കണമെന്നും ഇല്ല. നമുക്കത് ബ്രൈറ്റ്നസ് വളരെ കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതൊക്കെ ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ച് യൂസ് ചെയ്യുക. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തെക്കുറിച്ച് പറഞ്ഞാൽ അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള വാഹനമാണ്. കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ താഴെ കാണിച്ചിട്ട് നമ്പർ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. പിന്നെ പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എല്ലാ വാഹനങ്ങളും ഉള്ളത് തന്നെയാണ്, അതൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നതുമില്ല. എല്ലാത്തിലും വരുന്നത് പോലെ തന്നെയാണ് ഈ ഒരു പോർഷനായിട്ട് വൈപ്പർ കൺട്രോളും ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു ഹെഡ്ലാമ്പിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഹെഡ്ലാമ്പ് അഡ്ജസ്റ്റ്മെൻറ്റാണ് ഈ ഒരു പോർഷനിലായിട്ടാണ് അവർ നൽകിയത്. അത് ചെറിയൊരു മാറ്റം, ചില വാഹനങ്ങൾ താഴ്ഭാഗത്ത് കാണാം. നിലവിലിപ്പോൾ ആ ഒരു പോർഷനിലായിട്ടാണ് അത് നൽകിയിട്ടുള്ളത്. വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പറയാനുണ്ട്. വയർലെസ് ചാർജിങ്ങും എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.